ഹലോ, എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. പെരുന്നാളൊക്കെ നല്ല ഉഷാറായി റാഹത്തായി കഴിഞ്ഞിട്ടുണ്ടാവും എന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതാ പെരുന്നാളിൻ്റെ അന്ന് ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ്, പിന്നെ അതേപോലെ കുറച്ച് വിശേഷങ്ങളും എല്ലാം കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. കാര്യമായിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത്യാവശ്യം ഓർഡറൊക്കെ ഉണ്ടായിനി, എടുക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് സമയത്ത് സ്ഥിരം തരുന്ന ആൾക്കാരുണ്ടല്ലോ ഓർഡർ, അപ്പോൾ ഓരോട് എങ്ങനെ ഇല്ല എന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടേനി. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കേനി. അറിയാലോ, വീഡിയോ എടുക്കാൻ വെച്ചാൽ കുറേ ടൈം ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ലേനി. അപ്പോൾ ഉള്ള വീഡിയോ 2 ദിവസത്തൊക്കെ കുറേശ്ശായിട്ട് എടുത്ത് വെച്ചത് എല്ലാം കൂടി കൂട്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അതാ പെരുന്നാളിൻ്റെ അന്ന് നമുക്കുള്ള ചോറൊക്കെ ദമ്മിട്ടതിന് ശേഷം കാക്ക താത്തൻ്റെ അടുത്ത് പോകണം എന്നാണ്. താത്തൻ്റെ മൂത്ത പെങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സാധാരണ തറവാട്ടിൽ പോയി അവിടെ 2 വീട്ടിൽ പോയിട്ടാണ് പിന്നെ വീട്ടിൽ വന്ന് ചോറൊക്കെ തിന്നല്. അപ്പോൾ ഇന്നിപ്പോൾ ചോറൊന്നും തിന്നാതെ നേരെ താത്തൻ്റെ വീട്ടിലേക്കാണ് വന്ന്. അവിടെ കുറേ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടേനി. അപ്പം മോക്ക് വേണ്ടിയിട്ട് താത്ത കുറേ ദിവസമായി വിളിക്കുന്നു. പക്ഷേ കാക്ക ഒഴിവില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയിട്ടുമില്ലേനി. അങ്ങനെ പോയി ചക്കയും മാങ്ങയൊക്കെ പറിക്കുകയാണ്. പിന്നെ അത് ഇവിടെ ഇഷ്ടം പോലെ കാട് കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ചീര എന്ന് തന്നെ ഞാൻ തോന്നുന്നുണ്ട് അതിൻ്റെ പേര്. അത് കണ്ടപ്പോൾ ആകെ അന്തം വിട്ടു. അതൊക്കെ കുറേ പറിച്ച് അതിൻ്റെ കുച്ചിരാളിലൊക്കെ പറിച്ച് പിന്നെ അത് മൂത്ത കാക്കൻ്റെ അടുത്തേക്ക് വന്നാണ് ആ മെറൂൺ ഷർട്ടിട്ട്. എല്ലാ സ്ഥലത്തു നിന്നും പായസം. അത് കഴിഞ്ഞതാ കാക്ക കഷ്ണം ചക്ക ഓൽക്ക് കൊടുക്കുകയാണ്. ഞങ്ങളെ വണ്ടീൻ്റെ ബാക്കിൽ ചക്കയും മാങ്ങി നിറഞ്ഞെടുക്കുക. കുറച്ച് ചക്കയും മാങ്ങിയൊക്കെ ഓൽക്ക് കൊടുത്ത് പിന്നെ അതാ ചക്ക നന്നാക്കാനൊക്കെ കാക്ക ഉഷാറാണ് കേട്ടോ. അന്ന് മൊത്തത്തിലൊരു വിസിറ്റിംഗ് തന്നെയാണ് കേട്ടോ. കുറേ കുടുംബക്കാരെ വീട്ടിലും ഒക്കെ പോയി. അങ്ങനെ ആ ഒരു പെരുന്നാളും അങ്ങനെ ഒരു ഇതായിട്ടാണ് കഴിഞ്ഞു പോയി. പെരുന്നാളിൻ്റെ തലേന്ന് വരെ ഒരു ഉഷാറും ഇല്ലേനി കേട്ടോ. അത്യാവശ്യം നല്ല പണികളും ഒക്കെ ഉണ്ടായിനി. പിന്നെ പെരുന്നാളിൻ്റെ ആവുമ്പോഴാണല്ലോ നമുക്ക് പെരുന്നാളിൻ്റെ ഒരു ഉഷാറ് വരിക. ഈ ഒരു പരിഗണനാ സ്നേഹം എന്നൊക്കെ പറയുന്നത് നിങ്ങളെ അറിവിൽ എങ്ങനെയാണ്, നിങ്ങളെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ്? അത് ശരിക്കും നമുക്ക് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണോ, അല്ലെങ്കിൽ ഓൾറെഡി നമ്മളോടുള്ളൊരു ആ ഒരു പ്രിയവും സ്നേഹവും ഉള്ളിലുള്ളവർ നമുക്ക് തരുന്നതാണോ? എങ്ങനെ ഞങ്ങളെ ഇതിൽ ഇനി കുടുംബമായാലും മക്കളായാലും ഭർത്താവായാലും അങ്ങനെ ആരായാലും ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇത് എങ്ങനെയാണ് നിങ്ങളെ ഒരു ഇതിൽ നിന്ന് പറയണം കേട്ടോ. നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് സ്നേഹവും പരിഗണനയും കരുതലും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. പക്ഷെ ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇവർ ഇങ്ങനെ, നമ്മൾ എത്ര അവരെ സ്നേഹിച്ചിട്ടും അവരെന്താ തിരിച്ച് ഒരു നന്ദി വാക്ക് പോലും പറയാത്തതെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ബർത്ത്ഡേ വന്ന് അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി വന്ന് ആ ഒരു ബർത്ത്ഡേൻ്റെ സമയത്ത് നമ്മൾ ആഗ്രഹിക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ എങ്കിലും പറയും എന്നുള്ളൊരു ചിന്ത. പണ്ടതൊന്നും ഇല്ല. ഇപ്പം നാട് മുഴുവൻ എല്ലാവരും എല്ലാ ദിവസങ്ങളും ആഘോഷമാക്കലാണ് അല്ലേ. എല്ലാ ദിവസവും പെരുന്നാളായാലും പിന്നെ ഓണം, വിഷു, ബർത്ത്ഡേ അങ്ങനെ സകല പരിപാടികളും. പക്ഷെ നമ്മളൊരു ബർത്ത്ഡേ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ആൾ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നോ ഒരു ചേർത്ത് പിടിക്കലും ഒന്നും നമ്മൾക്ക് അത് ആ ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കൂലേ. ഒന്ന് പറയും നിങ്ങളെ ഇതെന്താണ്? ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഗിഫ്റ്റോ അങ്ങനെ ഒന്നും എനിക്ക് വേണ്ട. ആ ഒരു സമയം, ആ ഒരു പ്രത്യേക ഒരു ദിവസം നമ്മൾ ജനിച്ച ആ ഒരു ഓർമ്മയിൽ നമ്മളെ ഉമ്മയും വാപ്പയും എന്തായാലും അത് ആഘോഷിക്കാനൊന്നും നമ്മളെ കൂടെ ഉണ്ടാവില്ല. പിന്നെ നമ്മളെ മക്കളും നമ്മളെ ഭർത്താവും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അവർ ആ ഒരു ദിവസത്തെ പരിഗണന ഒന്നും ഗിഫ്റ്റൊന്നും തരണ്ട. ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും. അത് മാത്രമല്ല പിന്നെ നമ്മളാണ് ഏറ്റവും അവർക്ക് പ്രിയപ്പെട്ടത് എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വരുന്നത് അല്ലേ. അങ്ങനെ ആ ഒരു ദിവസം അവർ ഓർത്ത് നമ്മളോട് അത് പറയുമ്പോൾ നമ്മൾ അവർക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കാക്കൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. പിറ്റേന്ന് മെയ് 31. അപ്പോൾ തലേന്ന് ഇപ്പോൾ വാവ വന്നിനി. വാവ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരു ട്രെയിനിങ് ഉണ്ടായിന്, അതിനോട് വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഞങ്ങൾ 1-2 ഷോപ്പിലൊക്കെ കയറി, ഒന്നും ഒരു പിടുത്തം കിട്ടില്ല. പിന്നെ ലാസ്റ്റ് മദർ ഓപ്റ്റിക്കൽ ഉണ്ടല്ലോ, അവിടെ കയറി ഒരു കൂളിംഗ് ഗ്ലാസ് കാക്ക കുറേ ആയി നല്ലൊരു കൂളിംഗ് ഗ്ലാസ്സിന് വാങ്ങണം. പക്ഷേ ഞാൻ പറയില്ല, ഒന്നും നല്ല ഷർട്ടോ നല്ല എന്തെങ്കിലും ഒന്നും സ്വന്തമായിട്ട് വാങ്ങൂല. എന്താ അറിയില്ല, അങ്ങനെ വാങ്ങി ശീലമില്ലാഞ്ഞിട്ടാണോ എന്താ പറയുക, പൈസ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ അതെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാവനോ പറഞ്ഞ്, പിന്നെ ഇത് ഞാൻ ശരിക്കും അധ്വാനിച്ച പൈസ ആണ് കേട്ടോ. അത് നോക്കണം നിങ്ങൾ. അപ്പോൾ പെരുന്നാളിൻ്റെ ഞാൻ ആ ചെറിയ റീൽസ് ഇട്ടിട്ടുണ്ട്. ഇനി പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പേ എല്ലാവരും 50 കിലോൻ്റെ ബിരിയാണി അതുണ്ടായിനി. പിന്നെ പെരുന്നാൾ രാവിലെ 2 കിലോ ബിരിയാണി ഉണ്ടായിനി. രാവിലെ കേട്ടോ. പെരുന്നാളിൻ്റെ തലേന്ന് രാവിലെ. അപ്പോൾ അത് എങ്ങനെയെല്ലാം കൂടി ഞാൻ സ്വരുക്കൂട്ടി വെച്ച പൈസ കൊണ്ടാണ് കേട്ടോ വാങ്ങണം. അപ്പോൾ ഇത് ശരിക്കും
എന്താ പറയുക, നമ്മൾ അധ്വാനത്തിൻ്റെ അതുകൊണ്ട് വാങ്ങിയേക്ക് അത് ഞാൻ എപ്പോഴും പറയില്ല, നമുക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു ഒരു സന്തോഷം ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കുന്നത്. അതാണ് ഞാൻ മുമ്പത്തൊക്കെ വീഡിയോയിൽ എപ്പോഴും പറയൽ, നമ്മളൊക്കെ ഒരു പ്രൗഡാണ്. നമ്മളെ ആവശ്യത്തിന് നമുക്കൊരാഗ്രഹം തോന്നിയാൽ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെങ്കിൽ ഈ നമ്മളെ സ്വന്തം ആവശ്യത്തിനൊക്കത്തിനും നമ്മളെ കയ്യിൽ പൈസ വേണം. പൈസ അല്ല പ്രധാന ജീവിതത്തിൽ എന്നൊക്കെ പറയുമെങ്കിലും പൈസ തന്നെയാണ്. ഒരു 10 രൂപൻ്റെ വില നമ്മളെപ്പോഴും ഇപ്പോഴല്ല എപ്പോഴും അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് വാങ്ങാന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നമ്മളെ സ്ത്രീകളോട് ഞാൻ എപ്പോഴും പറയൽ, എന്തെങ്കിലും ഒരു പണിയെടുത്തിട്ട് നമുക്ക് പറ്റുന്ന പണിയെടുത്തിട്ട് ഒരു 10 റുപ്യേൻ്റെ ഒരു വരുമാനം നമ്മൾ ഡെയിലി ഉണ്ടാക്കണമെന്ന്. പിന്നെ അത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഷവർമ്മ വാങ്ങിയിട്ട്, അപ്പോൾ അവിടുന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷേ മോളും കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലൊന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇത് പിറ്റേന്ന് രാവിലെ സാധാരണ ആസ് യൂഷ്വൽ സാധാരണ രാവിലെ എണീക്കും, വെള്ളം കുടിക്കും, പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ കോഴിമുട്ട ഈ ഒരു അകാരോൻ്റെ ഈ എഗ് ബോയിലർ ഉണ്ടല്ലോ, അത് ഞാൻ കുറേ ആയിട്ട് എടുത്തിട്ട്, കാരണം ഇതിപ്പോൾ ഇനിയിപ്പോൾ മോളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വേഗം വെള്ളമൊക്കെ കുടിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കാക്കും എനിക്ക് മാത്രം മതി, അതുകൊണ്ടാണ് അത്ര രാവിലെ അത് വെക്കുന്നത്. ഞാനൊരു ചായ ലവറേ അല്ലേ ഇനി, പക്ഷേ ഇപ്പം എനിക്ക് രാവിലെ ചായ ഇട്ടണം, അത് ശീലിച്ചു പോയി. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ബേബി നിസ്കരിക്കാം കേട്ടോ രാവിലെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടപ്പോൾ കുറവായിട്ട് തല താത്തിക്കുകയാണ്. അപ്പോൾ മദ്രസയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായി, സ്കൂളിലേക്കുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബുക്ക് വാങ്ങലും പൊതിയിടലും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. കുട്ടികളെ 2 ആളെ ബുക്ക് പൊതിയിടലൊക്കെ കിടന്നു നിന്നും എന്ന് പറഞ്ഞ മാതിരിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ കോഴിമുട്ടൊക്കെ പുഴുങ്ങി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. മോക്കും കൂടി ഉള്ളത് പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണീറ്റ് വന്ന് കഴിച്ചോളും. പിന്നെ അന്ന് രാവിലെ തലേന്ന് ബീഫ് കിട്ടിയിട്ടും കൊണ്ട് പിന്നെ പത്തിരിയും ബീഫ് കറിയും ആണ് കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രി കുറച്ച് പൊരിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ പൊരിച്ചപ്പോൾ രാത്രി പിയാപ്പിള വന്നിട്ടില്ലേ ഇനി, അപ്പോൾ ഞാൻ കുറച്ച് മസാല തേച്ച് വെച്ചത് ഞാൻ രാവിലെ പൊരിച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ രാവിലെ ബീഫൊന്നും അങ്ങനെ പിയാപ്പിള കഴിക്കൂല, പക്ഷെ എന്നാലും ഇതിപ്പോൾ എപ്പോഴും കിട്ടുന്ന ബീഫല്ലല്ലോ, ഇങ്ങനെ കുറേ കിട്ടൽ ഇങ്ങനെ പെരുന്നാളിനല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ മസാല തേച്ച് വെച്ചതിനെ കൊണ്ട് പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിലേക്കൊക്കെ എരുമ്പുളിയൊക്കെ പിടിക്കുമല്ലോ. പിന്നെ ഞാൻ നല്ലൊരു ഹെയർ ഡൈ ഉണ്ടല്ലോ, നമ്മളെ നാച്ചുറൽ, നമ്മളെ കെമിക്കലൊന്നും ചേർക്കാത്ത, അതാണ് കേട്ടോ. അപ്പോൾ അത് ഇൻഫാത്തിൻ്റെ ഹെയർ ഡൈ ആണ്. അപ്പോൾ ഇതൊരു 2 പാക്കറ്റ് വരുന്നതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്താകുമ്പോൾ നമ്മളെ തലക്കും നമ്മളെ സ്കിന്നിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് വേണേൽ വാങ്ങിക്കൊണ്ട് ഞാൻ നമ്പർ ഇവിടെ ഇടാം കേട്ടോ. കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തേച്ചതിൻ്റെ ശേഷമുള്ള റിസൾട്ടാണ്. കുറേ പെരുന്നാളിൻ്റെ മുന്നേ വാങ്ങി വെച്ചിരിക്കുന്നു, പക്ഷേ പെരുന്നാൾ പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്നാണ് കേട്ടോ അത് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, എൻ്റെ മുൻഭാഗത്താണ് കുറച്ചുള്ളത്, ബാക്കോട്ടൊന്നും പിന്നെ വലിയൊരു പ്രശ്നമില്ല, പക്ഷേ ആ തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങി വെക്കേണ്ടി, ഞാൻ 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. എന്തായാലും വാങ്ങിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. നല്ല റിസൾട്ടാണ്, ഒരു മാസം വരെ ഇതിൻ്റെ എഫക്റ്റ് കിട്ടും. സാധാരണ നമ്മളെ ഡൈ ഉണ്ടല്ലോ, ഈ നാച്ചുറൽ അല്ലാത്ത അമോണിയൊക്കെ ചേർത്ത്, അത് അത്ര കിട്ടൂല. ഇപ്പോൾ ഒരു 10-15 ദിവസമൊക്കെ കിട്ടുള്ളൂ, അപ്പോഴേക്കും ഒക്കെ പോവും. പക്ഷേ ഇത് 1 മാസം വരെ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ഹെന്ന, പിന്നെ അതേപോലെ നീലാമരി, ശിക്കാക്കായ് പൗഡർ, നെല്ലിക്ക, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പൊടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 100% ഗ്യാരണ്ടി കേട്ടോ, വേണമെങ്കിൽ വാങ്ങിക്കോണ്ടി. പിന്നെ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് അപ്പോൾ വലിയ നാത്തൂന്, കാക്കൻ്റെ 2ാമത്തെ നാത്തൂൻ, വലിയ നാത്തൂനാണ് ഫസ്റ്റ് ഞാൻ കാണിച്ചത്, 2ാമത്തെ നാത്തൂന് പിന്നെ മോളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറേ ഫ്രൂട്ട്സൊക്കെ ആയിട്ട്, പലഹാരം ഉണ്ടാക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ആയി വന്നതാണ്. കുറച്ച് ഞങ്ങൾ എടുത്തിട്ടോ ഫ്രൂട്ട്സ്. അപ്പോൾ എടുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ളത് ഞാൻ ഇതിലേക്ക് നമ്മളെ കൊട്ടയിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ കാക്കൻ്റെ മറ്റേ 2 പെങ്ങന്മാരും 3 പെങ്ങളാണ് കാക്ക്. അപ്പോൾ ചെറിയ പെങ്ങളും അതേപോലെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ കാക്കൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഇളച്ചി ഒന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ചില സമയത്തൊരു വീഡിയോ എടുക്കാനൊരു ഇൻട്രസ്റ്റാണ്, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ അതൊന്നും. അപ്പോൾ അവരൊക്കെ പലഹാരങ്ങളാണ് കൊണ്ടുവന്നത്. ഇളച്ചി ബ്രോസ്റ്റഡ് പിന്നെ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ട്. ഇനി കുറേ ദിവസമായിട്ടോ, അതുകൊണ്ട് വന്നതിൻ്റെ ശേഷം അവർ വന്നതാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ചെറിയ നാത്തൂന്, പിന്നെ മൂന്നാമത്തെ ആകുമ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും ഒന്നും വരൂലല്ലോ. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ ഞാൻ എപ്പോഴും പറയില്ലേ, കാക്കൻ്റെ കുടുംബക്കാർ ഒരു പ്രത്യേക ഒരു വൈബുള്ള ആൾക്കാരാണ്, നല്ല സ്നേഹവുമാണ് അവർക്ക്. അപ്പോൾ ദേഷ്യവും കച്ചറിയും ഒക്കെ ഉണ്ടാവും, തെറ്റലൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു പ്രത്യേക ഒരു സ്വഭാവമുള്ള ആൾക്കാരാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാക്കൻ്റെ കുടുംബക്കാരെ.
ഞാൻ ഏറ്റവും അറ്റാച്ചായിട്ട് നിൽക്കുന്നതും അവരുടെ ആയിട്ടാണ് കേട്ടോ, കാക്കൻ്റെ ഫാമിലി ആയിട്ട് തന്നെയാണ്. പിന്നെ അത് ആ മൂത്ത നാത്തൂൻ്റെ അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിന് മാങ്ങ എന്നുള്ള ബാക്കിയാണ് കേട്ടോ. അത് കുറേ മാങ്ങയും ഒക്കെ ഈ പ്രാവശ്യം ഇഷ്ടം. നമുക്ക് മാങ്ങ ഇല്ലെങ്കിലും എന്താ എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് മാങ്ങ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അത് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.